ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തെരുവ് നായ ശല്യം. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ തെരുവുകളിൽ നിന്നും നീക്കണം. മനുഷ്യന് ഭീഷണിയായ അക്രമകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യണമെന്നും ഉത്തരവ്. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി. വിമർശനവുമായി സ്വകാര്യ ബസ് ഉടമകൾ. കൂടിയാലോചന നടത്തിയില്ല. സ്വകാര്യ ബസ് വ്യവസായം തകരുമെന്നും ഉടമകൾ. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാടിൽ ഉറച്ച CPI. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചിറക്കടവ് പഞ്ചായത്തിലെ വാർഡുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ഊർജിതം. ജനപങ്കാളിത്തം തുടരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും പ്രതിരോധ മെഡിക്കൽ ക്യാമ്പുകൾ. വാർത്തകൾ വിശദമായി. തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. അക്രമകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. രാജ്യത്തെ തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ തെരുവുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അക്രമകാരികളായ നായ്ക്കളെ അവ മനുഷ്യന് ഭീഷണിയാണെങ്കിൽ ദയാവധം ചെയ്യാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ വന്ധ്യംകരണം ചെയ്ത ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവ് നായ്ക്കളെ പിടികൂടുന്നത് അവിടെ തുറന്നുവിടരുത് എന്ന മുൻ ഉത്തരവിൽ ഇടപെടാനും സുപ്രീം കോടതി തയ്യാറായില്ല. ABC ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നുവെന്നും എല്ലാ ജില്ലയിലും ABC സെന്റർ വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആശുപത്രികളിൽ ആന്റി റാബിസ് വാക്സിൻ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലെ തെരുവ് നായ്ക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുള്ള മൃഗസ്നേഹികളുടെ അപേക്ഷ കോടതി നിരസിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ വിമർശനവുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. വിഷയത്തിൽ സർക്കാർ കൂടിയാലോചന നടത്തിയില്ലെന്നും ഇവർ പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ചർച്ച നടത്തുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനം. എന്നാൽ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തി. നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വകാര്യ ബസ് മേഖലയെ കൂടി ഉൾപ്പെടുത്തി അഭിപ്രായം തേടേണ്ടിയിരുന്നതായി സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ് മേഖല ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കും തകർച്ചയിലേക്കും പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ഡീസൽ വില ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്നത്. സർക്കാരിന്റെ പുതിയ പദ്ധതി സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ഞങ്ങളുടെ യാത്രക്കാരിൽ 60% മുകളിൽ സ്ത്രീ യാത്രക്കാരാണ്. ഇപ്പോൾ നമുക്ക് കുറേ വിദ്യാർത്ഥികളും കുറച്ച് യാത്രക്കാരുള്ളതിൽ 60% മുകളിലുള്ളത് സ്ത്രീകളാണ്. അവർ ഞങ്ങൾക്കില്ലാതായാൽ ഞങ്ങളുടെ പ്രസ്ഥാനം നിന്നു പോകുന്നതിന് തുല്യമാണ്. കാരണം ഇപ്പോൾ കുറേ ബംഗാളികളും കുറേ വനിതകളും കുറേ വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളൂ. ഈ വനിതകൾ ഞങ്ങൾക്ക് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ തന്നെ 3,000 രൂപ ഡീസലിന് വില വർദ്ധിച്ചു. അത് ഞങ്ങൾക്കൊരു അമിത ചെലവാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വരുമാനം പിന്നെയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ ഇത് കയറ്റിയിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ നടപ്പിലാക്കുന്നതിൽ ഞങ്ങളെതിരല്ല, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ ഞങ്ങൾക്കെതിരല്ല. പക്ഷെ ഞങ്ങളെ കൂടെ പരിഗണിച്ചു കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യവസായം, ഈ ഒരു ഗ്യാരണ്ടി അവർ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം ഞങ്ങൾ അഭ്യർത്ഥിക്കാം. അതേസമയം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ സ്ത്രീകൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ എല്ലാവർക്കും സൗജന്യ യാത്ര അനുവദിക്കരുതെന്നും മാനദണ്ഡങ്ങളോടുകൂടി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കണമെന്നും സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു. സ്വാഗതം ചെയ്യുന്നു, നല്ല കാര്യമാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കണം. കാരണം BPL കാർഡ് ഉള്ള ആൾക്കാരെ നോക്കി BPL കാർഡ് മേടിച്ചിട്ട് ടിക്കറ്റ് കൊടുക്കണം. കാരണം പണക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാറും മറ്റു വാഹനങ്ങളും ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ BPL കാർഡുകാർക്ക് ഈ വാഹനങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കും. UDFന്റെ പ്രകടന പത്രികയിൽ ഉള്ള ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള വാഗ്ദാനങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്രാ പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അർഹതപ്പെട്ടാണെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ബിനോയ് വിശ്വം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും
ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-ഉമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. വൈക്കത്തെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയം പഠിക്കാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൗൺസിൽ യോഗവും കോട്ടയം ജില്ലാ കൗൺസിൽ ഓഫീസിൽ തുടങ്ങി. വൈക്കം ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധനാ വിധേയമാക്കുമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. പ്രസാദ് പറഞ്ഞു. കേരള കോൺഗ്രസും ആരോപിക്കുന്നത് പോലെ ക്രോസ് വോട്ടിംഗ് നടന്നതായി CPI കരുതുന്നില്ലെന്നും P. പ്രസാദ് പറഞ്ഞു. പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് CPM വോട്ടുകൾ ലഭിച്ചില്ല അവരുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കും. അങ്ങനെ ഒരു നിരീക്ഷണം ഇല്ലില്ല. അത്തരമൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ചർച്ചകളെങ്ങും എത്തിയിട്ടില്ല. അങ്ങനൊരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഇത്തരം പരിശോധനകൾ ചില വിശകലനങ്ങളൊക്കെ നടത്തിയിട്ടാണ് അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്താമുള്ളൂ. അപ്പോൾ ഏത് നിഗമനത്തിന്, ഏത് പരിശോധന അടിസ്ഥാനത്തിലാണ്, ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങളാരും പോയിട്ടൊന്നുമില്ല. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകൾക്കും ശേഷം മാത്രമേ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾക്കും എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നതേ ഉള്ളൂ. അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങളും എത്തിയിട്ടില്ല. ചിറക്കടവ് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു. ജനപങ്കാളിത്തത്തോടെയാണ് ശുചീകരണം നടക്കുന്നതെന്നും ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് ഓരോ വാർഡിലും പ്രതിരോധ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റോഡിന്റെ വശങ്ങൾ തെളിക്കുക, ഓടകൾ ശുചീകരിക്കുക, നീരൊഴുക്കുകൾ വൃത്തിയാക്കുക, കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഓരോ വാർഡിനും 30,000 രൂപ വീതം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നൽകിയിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും സഹകരണം പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അഭ്യർത്ഥിച്ചു. NREG വർക്കേഴ്സിനെ അടക്കം CDS, ADS, കുടുംബശ്രീ, മറ്റ് യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, ഗ്രന്ഥശാലകളെ ആകെ സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22 വാർഡിലും സംഘാടക സമിതികൾ ഇതേമാതിരി രൂപീകരിച്ചു. ആ വാർഡിലെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ബഹുജനങ്ങളെയും ഗ്രന്ഥശാലകളെയും ക്ലബ്ബുകളെയും റെസിഡൻസ് അസോസിയേഷനെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘാടക സമിതി രൂപീകരിച്ചു. ആ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളായ ജനപങ്കാളിത്തത്തോടുകൂടി 22 വാർഡിലും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ഓരോ വാർഡിലും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇത്തരം ഡെങ്കി പോലെയുള്ള വലിയ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് സംബന്ധിച്ചൊരു ബോധവൽക്കരണം, അതോടൊപ്പം ആയുർവേദ അതുപോലെ തന്നെ ഹോമിയോ അടക്കമുള്ള നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉപയോഗിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ വാർഡിലും ഓരോ പ്രദേശത്തുമായിട്ട് നമ്മൾ സംഘടിപ്പിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിനെല്ലാം നല്ല നിലയിലുള്ള സഹകരണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കൂടാതെ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് പ്രതിരോധ ക്യാമ്പുകൾ നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 3000 രൂപയുടെ വേതന വർധന നടപ്പാക്കിയ UDF സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ആശാവർക്കർമാർ. അടുത്ത മാസം മുതൽ വർദ്ധിപ്പിച്ച വേതനം ലഭിക്കും. ഇതോടെ ഓണറേറിയം 9,000 രൂപയിൽ നിന്നും 12,000 രൂപയാകും. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ച പുതിയ UDF സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ആശാവർക്കർമാർ. സർക്കാർ തീരുമാനം ആശ്വാസമായെന്നും തങ്ങളുടെ ആവശ്യം പരിഗണിച്ചതിൽ സന്തോഷിക്കുന്നതായും ആശമാർ പറയുന്നു. 3000 രൂപയുടെ വർധന വരുമ്പോൾ ഓണറേറിയം 9,000-ൽ നിന്നും 12,000 രൂപയാകും. സാമ്പത്തിക സ്ഥിതി പഠിച്ച ശേഷം ഇനിയും വർദ്ധിപ്പിക്കും. ആശമാരുടെ സമരപ്പന്തലിൽ ചെന്ന് ഉറപ്പുകൊടുത്തതിനനുസരിച്ചാണ് തീരുമാനം. റിട്ടയർമെന്റ് ആനുകൂല്യം വേണമെന്ന ആവശ്യം 1 മാസത്തിനുള്ളിൽ തീരുമാനിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപയുടെ വേതന വർധന നൽകും. 15,500 രൂപയിൽ നിന്നും ഇവരുടെ വേതനം 16,500 രൂപയാകും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും 1000 രൂപ വീതം കൂട്ടാൻ തീരുമാനിച്ചതും ആശ്വാസമായിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ സന്തോഷ ദിവസമായിരുന്നു. ഞങ്ങൾ 13 പേര് കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ഞങ്ങൾ 40 ആശമാരാണുള്ളത്. അതിൽ 13 പേരാണ് തുടർച്ചയായിട്ട് സമരത്തിൽ പങ്കെടുത്തിരുന്നത്. ഞങ്ങൾ 13 പേര് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ കോട്ടയം മുഴുവൻ ആശമാർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആശമാർക്കും അതുപോലെ
താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക്, അതായത് പാചക തൊഴിലാളികൾക്കും അംഗൻവാടി ജീവനക്കാർക്കും ഒക്കെ ഞങ്ങളുടെ സമരത്തിലൂടെ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലെടുക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതിൽ ഇവർക്ക് സന്തോഷമുണ്ട്. 200-ലധികം ദിവസം തിരുവനന്തപുരത്ത് സമരം നടത്തിയിട്ടും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ LDF സർക്കാർ അന്ന് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് UDF സഹായം വാഗ്ദാനം ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാലാ കളരിയമ്മാക്കൽ ചെക്ക് ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്ന നടപടി ആരംഭിച്ചു. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് ചെക്ക് ഡാമിലെ ഷട്ടറുകൾ ഉയർത്തുകയും അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തത്. മഴ ശക്തമാകുമ്പോൾ മൂന്നാനി ചെത്തിമറ്റ മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് പ്രധാന കാരണം ചെക്ക് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതായിരുന്നു. പാലായ്ക്ക് സമീപം കോഴിക്കൊമ്പിൽ ഓടകൾക്ക് മൂടിയില്ലാത്തത് അപകടമുണ്ടാക്കുന്നു. വീതി കുറഞ്ഞ റോഡിന്റെ വശത്തെ ഓടകളോട് ചേർന്നാണ് വാഹനങ്ങൾ നിർത്തുന്നത്. കോഴ പാലാ റോഡിൽ കോഴിക്കൊമ്പിൽ ഓടകൾക്ക് മൂടിയില്ലാത്തത് അപകടം സൃഷ്ടിക്കുന്നു. വീതി കുറഞ്ഞ റോഡിന്റെ വശത്തെ ഓടകളോട് ചേർന്നാണ് ബസ്സും മറ്റു വാഹനങ്ങളും നിർത്തുന്നത്. വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നവരുടെ ശ്രദ്ധ പാളിയാൽ ഓടയിൽ വീഴും. മഴ പെയ്യുന്നതോടെ ഓട നിറഞ്ഞ് വെള്ളം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയാണ്. വെള്ളം നിറഞ്ഞാൽ ഓടയും റോഡും തിരിച്ചറിയാൻ കഴിയില്ല. ഇത് അപകടം സൃഷ്ടിക്കുന്നു. ബസ് കാത്തു നിൽക്കുന്നവർക്കാണ് മൂടിയില്ലാത്ത ഓടകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. മഴ പെയ്താൽ പാലാ ഭാഗത്തു നിന്നുള്ള ബസ് നിർത്തുന്നിടത്ത് യാത്രക്കാർക്ക് ഇറങ്ങാനോ സ്റ്റോപ്പിൽ നിന്ന് കയറാനോ കഴിയാത്ത വിധം വെള്ളക്കെട്ടാകും. ഇവിടെ ബസ് കാത്തു നിൽക്കാനുള്ള സൗകര്യവുമില്ല. യാത്രക്കാർ മറുഭാഗത്താണ് നിൽക്കുന്നത്. ബസ് എത്തുമ്പോൾ മാത്രം റോഡിന് കുറുകെ കിടക്കും. ഇതും അപകട സാധ്യത സൃഷ്ടിക്കുന്നു. കോഴിക്കൊമ്പ് കവലയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഓടകൾക്ക് മൂടി സ്ഥാപിക്കണമെന്നും പാലാ ഭാഗത്തേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റി ഇറക്കുന്നത് 50 അടിയോളം മുമ്പിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ശല്യം. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ തെരുവുകളിൽ നിന്നും നീക്കണം. മനുഷ്യന് ഭീഷണിയായ അക്രമകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യണമെന്നും ഉത്തരവ്. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി. വിമർശനവുമായി സ്വകാര്യ ബസ് ഉടമകൾ. കൂടിയാലോചന നടത്തിയില്ല. സ്വകാര്യ ബസ് വ്യവസായം തകരുമെന്നും ഉടമകൾ. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാടിൽ ഉറച്ച CPI. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചിറക്കടവ് പഞ്ചായത്തിലെ വാർഡുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ഊർജിതം. ജനപങ്കാളിത്തം തുടരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും പ്രതിരോധ മെഡിക്കൽ ക്യാമ്പുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.